ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വീനിങ് ഫുഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് എന്താ ഓഡിയോ മാത്രം എന്നുള്ളത്. എപ്പോഴും എന്താ പറയുക, എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കൂലേ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ വോയിസ് മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോസ് എല്ലാം നമ്മുടെ ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ 6 മാസം വരെയും മുലപ്പാൽ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞ് 6 മാസം സ്റ്റാർട്ടിങ് ആയതിനു ശേഷം നമുക്ക് പതുക്കെ വീനിങ് ഫുഡിലോട്ട് തുടങ്ങാം. വീനിങ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഏതിലാണ്? റാഗിയിലാണ്. റാഗി ആയിരിക്കും മിക്ക കുഞ്ഞുങ്ങൾക്കും ഫസ്റ്റ് കൊടുക്കുന്നതും. കുറച്ച് ഈസിലി ഡൈജഷൻ ഉള്ളതും റാഗി ആയിരിക്കും. പതുക്കെ നമ്മൾ സ്ലോലി നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് നമ്മൾ ഫാമിലി പോട്ട് ഫുഡ് എന്ന് പറയും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും പതുക്കെ സ്ലോലി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്രമല്ല, ഈ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും ഓരോ ഡേ ഗ്യാപ്പ് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് ആദ്യം കഴിച്ച് വരുന്ന കുഞ്ഞുങ്ങളാണ്. സോ എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഒരു ഡേ വെച്ചിട്ട് ഒന്ന് ഗ്യാപ്പ് ഇടുക. ക്വാണ്ടിറ്റിയും കുറച്ച് കൊടുക്കുക. നമുക്ക് ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടാനുള്ള ടൈം ഇനിയുണ്ട്. ആദ്യം കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട വേറെ? ജങ്ക് ഫുഡ്സ്, ചായ, കാപ്പി, ബിസ്ക്കറ്റ്സ്, പപ്പടം, മൈദ അടങ്ങിയ ഫുഡ്സ്, ഒരുപാട് സ്വീറ്റ് ആൻഡ് സോൾട്ട്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളൊന്ന് കുറയ്ക്കുക. കറക്റ്റ് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളൊരു വേർഡല്ല, നോ എന്നാണ് പറയേണ്ടത്. കാരണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അമ്മമാരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ, ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുത്തു തുടങ്ങാം. മുട്ടയുടെ മഞ്ഞ വേണം ആദ്യം കൊടുത്തു തുടങ്ങാനായിട്ട്. അത് കഴിച്ചു കുഴപ്പമില്ല, അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുന്നേ തന്നെ നമ്മൾ മൾട്ടിഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സിംഗിൾ ഗ്രെയിൻസ് കൊടുക്കുക. അതായത് ദാലും സിംഗിളായിട്ട് ദാല് മാത്രമാണെങ്കിൽ അങ്ങനെ, ദാലും കടലയും രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമൃതം പൊടി പോലത്തുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളിലും ദഹനശക്തി, അതായത് ഡൈജഷൻ ഒരുപോലെ അല്ല. സോ ഈ ഓരോ ഗ്രെയിൻസും ഡൈജഷൻ ചെയ്യുന്ന ടൈമിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഡയേറിയ പോലത്തെ കാര്യങ്ങൾ വരാം, വൊമിറ്റിംഗ് വരാം, റാഷസ് വരാം, അലർജീസ് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. വേറൊരു പ്രത്യേക കാര്യം, ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ തുപ്പിക്കളയുക, വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ പറയുക, ഇതെല്ലാം ക്വൈറ്റ് നാച്ചുറൽ ആണ്. അത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പതുക്കെ കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. മാത്രമല്ല, അങ്ങനെ ഫോഴ്സ്ഫുൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അവേർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോലി കൊടുത്ത് ശീലിപ്പിക്കുക. കുഞ്ഞ് എന്തെങ്കിലും ഫുഡ് കഴിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് വെയിറ്റ് ചെയ്യുക. എഗെയിൻ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എഗെയിൻ ആ ഫുഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീനിങ് ഫുഡ്സിനെ പറ്റിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളെ പറ്റിയും ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ട് തരുന്നതുമാണ്. അപ്പോൾ ടാറ്റാ.